എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളെല്ലാവരും ഇപ്പോൾ വീടുകളിലിരുന്ന് ഓൺലൈൻ ക്ലാസ്സുകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നിങ്ങൾ പല രീതിയിലുള്ള ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട്, ഏതാണ്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ചിലർക്കെങ്കിലുമൊക്കെ ചില കാര്യങ്ങളിലൊക്കെ സംശയം ഉണ്ടാകും. ഇത് കുറച്ചുകൂടി ഒന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ ക്ലാസ്സിൻ്റെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, +2 ക്ലാസ്സിൽ ആദ്യത്തെ ചാപ്റ്ററാണ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. അപ്പോൾ പല കുട്ടികൾക്കും അത് വലിയ താല്പര്യമൊന്നും കാണുകയില്ല. അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ചില പാഠഭാഗങ്ങളെ കുറിച്ചാണ് ഞാനിവിടെ പ്രതിപാദിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായി നമുക്കറിയാം, +1 ക്ലാസ്സിൽ നമ്മൾ സെറ്റ്സ് പഠിച്ചു, റിലേഷൻസ് പഠിച്ചു. സെറ്റ് എന്താണെന്ന് നമുക്കറിയാം. ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സിനെയാണ് സെറ്റ് എന്ന് പറയുന്നത്. സെറ്റിനെ ക്യാപിറ്റൽ ലെറ്റേഴ്സ്, ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ട് നാം റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നമ്മൾ 2 ഫൈനൈറ്റ് സെറ്റാണ്. ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ എണ്ണി തിട്ടപ്പെടുത്തുവാൻ സാധിക്കുന്ന സെറ്റ്സിനെയാണ് ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ A, B എന്നീ 2 സെറ്റ് എടുത്തു. അപ്പൊ എയിൽ 2 എലമെന്റ്സ് ആണുള്ളത്. A = സെറ്റ് 1, 2. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെറ്റിനുള്ളിൽ എലമെന്റ്സ് കോമയിട്ട് വേർതിരിച്ച് എഴുതിയിട്ടുണ്ട്. B = സെറ്റ് A. അടുത്തത് ഇത് A × B. A × B = സെറ്റ് ഓർഡേർഡ് പെയർ 1A. 1ൽ നിന്ന് എയിലേക്കുള്ള പെയർ. ഓർഡേർഡ് പെയർ 2A. ഇതൊരു ഏറ്റവും ചെറുതായിട്ടൊരു ഫൈനൈറ്റ് സെറ്റിന്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ആണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഇത് എഴുതാനുള്ള കാരണം, നമുക്ക് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് അറിഞ്ഞെങ്കിൽ മാത്രമല്ലേ റിലേഷൻസിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഈക്വൽസ് റിലേഷൻ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ റിലേഷൻ എന്ന് പറയുന്നത് എപ്പോഴും കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. അതിൽ നൾ സെറ്റ് ഉണ്ടാവാം, യൂണിവേഴ്സൽ സെറ്റ് ഉണ്ടാകാം. നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു എലമെന്റും ഇല്ലാത്ത സെറ്റാണ്. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ A × B എന്ന സെറ്റ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ അതിലുള്ള എല്ലാ ഓർഡേർഡ് പെയേഴ്സുമാണ്. പിന്നെ അതിലൊരു ഓർഡേർഡ് പെയർ കുറഞ്ഞുള്ള സെറ്റ്. അങ്ങനെ വിവിധ തരത്തിൽ നമുക്ക് റിലേഷൻസ് എഴുതാനായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇവിടെ നാം ഈക്വലൻസ് റിലേഷനെ കുറിച്ച് പഠിക്കുമ്പോൾ, എന്താണ് ഈക്വലൻസ് റിലേഷൻ? ഒരു റിലേഷൻ ഈക്വലൻസ് റിലേഷൻ ആകാൻ 3 പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒന്നാമത്തത് റിഫ്ലെക്സീവ്, ഒരു എലമെന്റിന് അതിനോട് തന്നെയുള്ള റിലേഷൻ. രണ്ടാമത്തത് സിമ്മട്രിക്കൽ, A1, A2 എന്നീ 2 എലമെന്റ്സ് A എന്ന സെറ്റിലുണ്ടെങ്കിൽ A1 A2വിനോട് റിലേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ A2 A1നോട് റിലേറ്റ് ചെയ്തിരിക്കണം. മൂന്നാമത്തതാണ് ട്രാൻസിറ്റീവ്. 3 എലമെന്റ് A1, A2, A3 എന്നീ 3 എലമെന്റ്സ് ഉണ്ടെങ്കിൽ A1 is related to A2 and A2 is related to A3, then A1 is related to A3. നമുക്ക് ബോർഡിലേക്ക് നോക്കാം. ഫസ്റ്റ് വൺ, റിഫ്ലെക്സീവ്. Ordered pair AA belongs to R for all A belongs to set A. Symmetric. Ordered pair A1 A2 belongs to R implies ordered pair A2 A1 belongs to R for all A1 A2 belongs to set A. Transitive. Ordered pair A1 A2 belongs to R and ordered pair A2 A3 belongs to R implies ordered pair A1 A3 belongs to R for all A1 A2 A3 belongs to set A. ഇപ്പൊ ഈ 3 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഒരു റിലേഷൻ ഇക്വലൻസ് റിലേഷൻ ആവുകയുള്ളൂ. ഞാനിവിടെ ഒരു ഉദാഹരണം എഴുതിയിരിക്കുകയാണ്, നോക്കാം. കൺസിഡർ സെറ്റ് A = സെറ്റ് 1, 2, 3. ഒരു സെറ്റിലെ എലമെന്റ്സ് ഓരോന്നും വീതം കോമയായിട്ടാണ് എഴുതുന്നത്. പക്ഷെ ഒരു റിലേഷൻ വരുമ്പോൾ നാം അതിനെ ഒരു ഓർഡേർഡ് പെയർ കോമയിട്ട് വേർതിരിച്ച് സെറ്റ് എന്ന സിമ്പിളിനുള്ളിൽ എഴുതും. അപ്പോൾ A എന്ന സെറ്റ് തന്നിട്ടുണ്ട്, ഒരു റിലേഷൻ എഴുതിയിരിക്കുകയാണ്. ഈ റിലേഷൻ ഇക്വലൻസ് റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇപ്പം ഇക്വലൻസ് റിലേഷൻ ആകണമെങ്കിൽ ആദ്യം റിഫ്ലെക്സീവ്. നമുക്ക് റിഫ്ലെക്സീവിലേക്ക് പോകാം. A എന്ന സെറ്റിൽ 1, 2, 3 എന്നീ 3 എലമെന്റ്സ് ഉണ്ട്. ഓരോ എലമെന്റിനും അതിനോട് തന്നെ റിലേഷൻ ഉണ്ടായിരിക്കണം. അതാണ് റിഫ്ലെക്സീവ്. അതായത്
എ എന്ന സെറ്റിൽ എത്ര എലമെന്റ് ഉണ്ടോ ആ എലമെന്റിനെല്ലാം അതിനോട് തന്നെ റിലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ റിലേഷൻ റിഫ്ലക്സീവ് ആവുകയുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് എ എന്ന സെറ്റിൽ 1, 2, 3 എന്നീ എലമെന്റ്സ് ആണ് ഉള്ളത്. നോക്കൂ, R ഈക്വൽസ് സെറ്റ് 1, 1 ഓർഡേർഡ് വെയർ 1, 1 ഓർഡേർഡ് വെയർ 2, 2 ഓർഡേർഡ് വെയർ 3, 3. ഈ 3 എലമെന്റിനും അതിനോട് തന്നെ റിലേഷൻ ഉണ്ട്. സോ വി നോ ദിസ് ഈസ് എ റിഫ്ലക്സീവ് റിലേഷൻ. R എന്ന സെറ്റിന്റെ റിഫ്ലക്സീവ് റിലേഷനായി. അടുത്തത് സിമെട്രിക് ആകണമെങ്കിലോ ordered where A1 A2 belongs to R implies ordered where A2 A1 belongs to R. For all A1 A2 belongs to A. നമ്മൾ എ എന്ന സെറ്റിലെ ഏതൊക്കെ എലിമെന്റ് എടുക്കുന്നോ അതിന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും റിലേഷൻ ഉണ്ടായാൽ മതി, സാറ്റിസ്ഫൈഡ് ആണ്. ഓർഡേർഡ് ബൈ 1, 2 1 ഈസ് റിലേറ്റഡ് ടു 2 ഇവിടെ നമുക്ക് ഈ സെറ്റിനുള്ളിലുണ്ട്. അപ്പോൾ സിമെട്രിക് ആകണമെങ്കിൽ ഏതും കൂടി വേണം. 2 is related to 1. That is, we know here ordered by 2, 1 does not belongs to R. ഇത് R എന്ന സെറ്റിൽ ordered by 2, 1 ഉണ്ടായിരിക്കണം. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിലും നമുക്ക് സാറ്റിസ്ഫൈ അല്ലെങ്കിൽ പിന്നീട് മുന്നോട്ട് നോക്കേണ്ട ആവശ്യം വരുന്നില്ല. എങ്കിലും ഇതും കൂടി നമുക്ക് ശ്രദ്ധിക്കാം. ordered by 2, 3 ഉണ്ട്, പക്ഷേ ordered by 3, 2 ഇല്ല. അതുകൊണ്ട് ഈ ഒരു റിലേഷൻ സിമെട്രിക് അല്ല. അടുത്ത ട്രാൻസിറ്റീവ് വന്നാലോ A1, A2, A3 എന്നീ എലിമെന്റ്സ് എ എന്ന സെറ്റിൽ ഉണ്ടെങ്കിൽ അതിന് ഈ രണ്ട് കണ്ടീഷൻ A1 is related to A2, A2 is related to A3, then A1 is related to A3 ആയിരിക്കണം. നമുക്ക് നോക്കാം. ഇപ്പം 1, 1 എന്ന ഓർഡേർഡ് വെയർ എടുക്കുന്നു, 1, 2 എന്ന ഓർഡേർഡ് വെയർ എടുക്കുന്നു. ഓർഡേർഡ് വെയർ എടുക്കുക. അപ്പോൾ 1 is related to 1, 1 is related to 2. അപ്പോൾ ഇതിന്റെ ട്രാൻസിറ്റിവിറ്റി എന്തായിരിക്കണം? 1 is related to 2 ആയിരിക്കണം. അത് നമുക്ക് ഇവിടെ ഓർഡേർഡ് വെയർ 1, 2 ഉണ്ട്. നമുക്കിനി വേറൊന്ന് നോക്കാം. ഓർഡേർഡ് വെയർ 2, 2 നോക്കാം. 2 is related to 2. അപ്പോൾ ഇതിന് സമാനമായിട്ട് നമുക്ക് ഏത് വരണം? 2, 3 വരണം. ഓർഡേർഡ് വെയർ 2, 2 ഓർഡേർഡ് വെയർ 2, 3 വന്നു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എന്തായിട്ട് വരണം? ഓർഡേർഡ് വെയർ 2, 3 വരണം. അപ്പോൾ ഇവിടെ നമുക്കത് ട്രാൻസിറ്റിവിറ്റി സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞു. അടുത്തത് ഓർഡേർഡ് വെയർ അപ്പൊ നമുക്ക് ഏതൊക്കെ ഉണ്ട്? റിഫ്ലക്സീവ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ മറ്റേതാണ് സിമെട്രിക് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. അടുത്തത് നമ്മൾ നോക്കുന്നത് ട്രാൻസിറ്റിവിറ്റിയിലേക്കാണ് നാം നോക്കുന്നത്. അടുത്തത് നമുക്ക് ട്രാൻസിറ്റിവിറ്റിയിലേക്ക് പോകാം. ഓർഡേർഡ് വെയർ 1, 2 ഞാൻ അങ്ങോട്ട് എടുത്തിടാം. ഓർഡേർഡ് വെയർ 1, 2 ഓർഡേർഡ് വെയർ 2, 3. 1 ഈസ് റിലേറ്റഡ് ടു 2, 2 ഈസ് റിലേറ്റഡ് ടു 3. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് ഓർഡേർഡ് വെയർ ഉണ്ടായിരിക്കണമായിരുന്നു? 1, 3. ഇപ്പൊ 1, 3 എന്ന ഓർഡേർഡ് വെയർ നമ്മുടെ ഈ റിലേഷനകത്ത് വന്നിട്ടില്ല. So this relation we know this is reflexive. Reflexive ആകാനുള്ള കാരണം every element is related to itself. It is not symmetrical. That means this element 1, 2 but not here ordered by 2, 1. Also this is not a transitive. That is ordered by 1, 2 here, ordered by 2, 3 here, but ordered by 1, 3 is not in this relation. So we know that this relation satisfies only reflexivity. So this is not an equivalence relation. ഇതുപോലുള്ള ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാം. എങ്കിലും ഞാനൊരു ഉദാഹരണം കൂടി ഒന്ന് നിങ്ങൾക്ക് പഠിച്ചു തരാൻ പോകുന്നു. അപ്പോൾ ഇവിടെ ഇത് വായിക്കാൻ പോവുകയാണ്. റിഫ്ലെക്സിറ്റീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്. Consider the set. A equals set 1, 2, 3. Write a relation which is symmetric but neither reflexive nor transitive. അതായത് നമുക്ക് ഇവിടുന്ന് ഒരു റിഫ്ലെക്സീവ്
അല്ല, ട്രാൻസിറ്റീവ് അല്ല, സിമെട്രിക് ആയിട്ടുള്ള ഒരു റിലേഷൻ ഈ സെറ്റിൽ നിന്നും എടുക്കണം. അപ്പൊ ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും ലഘുവായ രൂപത്തിൽ നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് നല്ലത്. വളരെയധികം ഓർഡേർഡ് പെയർസ് എഴുതാതെ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ നമുക്കതിന്റെ ഒരു സെറ്റ് എഴുതി അത് സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്താൽ. അപ്പൊ ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത് R1. പല റിലേഷൻസ് നമ്മൾ കുറെ ഉദാഹരണങ്ങൾ ഒന്നിച്ച് എഴുതാൻ പോവുകയാണ്. അതുകൊണ്ട് R1 എന്ന് കൊടുക്കുകയാണ്. ഇതെന്താണ്? ഇറ്റ് ഈസ് ഓൺലി സിമെട്രിക് ബട്ട് നെയ്തർ റിഫ്ലെക്സീവ് നോർ ട്രാൻസിറ്റീവ്. സോ R1 is equal to set ordered pair. സിമെട്രിക് ആയിട്ടുള്ള ഏതെങ്കിലും ordered pairs എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഞാനിവിടെ 2, 3 എന്നൊരു ordered pair എഴുതുകയാണ്. 2, 3 എന്ന ordered pair എഴുതിയാൽ അത് സിമെട്രിക് ആണെങ്കിൽ ഏത് കൂടി നമ്മൾ എഴുതിയിരിക്കണം? 3, 2 എന്ന ordered pair കൂടി എഴുതണം. So this R1 is the relation which is symmetric but not reflexive nor transitive. ഇനി രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ കൊടുക്കുന്നു. The relation, consider a relation R2 which is transitive, neither reflexive nor symmetric. Which is transitive, neither reflexive nor symmetric. So we take it here. R2 is equal to set ordered pair 1, 3. Ordered pair 3, 2. And ordered pair 1, 2. ശ്രദ്ധിക്കുക, നാം റിലേഷൻ എഴുതുമ്പോൾ എ എന്ന സെറ്റിലുള്ള എലമെന്റ്സ് ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ഓർഡേർഡ് പെയർ എഴുതുവാനായിട്ട് സാധിക്കുകയുള്ളൂ. So R2 is equal to set ordered pair 1, 3. That is 1 is related to 3. 3 is related to 2. Implies 1 is related to 2. So this is transitive. A transitive relation only. Transitive. Then we take here another example, that is a relation which is reflexive and symmetric. A relation which is reflexive and symmetric. Reflexive and symmetric. Reflexive ആയിരിക്കണം. Reflexive ആകാനുള്ള കണ്ടീഷൻസ് നമുക്കറിയാം. R3 എന്ന നാം റിലേഷന് പേര് കൊടുക്കുന്നു. റിഫ്ലെക്സീവ് ആകണമെങ്കിൽ എയിലുള്ള ഓരോ എലമെന്റ്സിനും അതിനോട് തന്നെ ഒരു റിലേറ്റിവിറ്റി വേണം. ഓർഡേർഡ് പെയർ 1, 1, ഓർഡേർഡ് പെയർ 2, 2, ഓർഡേർഡ് പെയർ 3, 3. ഇത്രയും വന്നാൽ റിഫ്ലെക്സീവിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഇതിന്റെ കൂടെ നമുക്ക് സിമെട്രിക് വേണം. സിമെട്രിക് വരുമ്പോൾ പിന്നെ ഏതാ വരേണ്ടത്? ഓർഡേർഡ് പെയർ 2, 3. 2, 3 എഴുതിയാൽ ഏത് വരണം? ഓർഡേർഡ് പെയർ 3, 2 ആയിരിക്കണം അതിന്റെ കൂടെ. ഓർഡേർഡ് പെയർ 2, 3 എഴുതിയാൽ ഓർഡേർഡ് പെയർ 3, 2 വരണം. അപ്പൊ നമ്മൾ ഇത്രയും എഴുതിയാലും ഇത് എന്താണ്? ഇതൊരു റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്. വേണമെങ്കിൽ നമുക്ക് വീണ്ടും എഴുതാം. ഓർഡേർഡ് പെയർ 1, 2, ഓർഡേർഡ് പെയർ 2, 1. So this relation is reflexive and symmetric. Reflexive and symmetric. Then we take here one more example, that is a relation which is symmetric and transitive but not reflexive. Reflexive ആകണം നിർബന്ധമില്ല, സിമെട്രിക്കും ട്രാൻസിറ്റീവും ആയിരിക്കണം. So we take here, this is DR4 is equal to set ordered pair, that is symmetric and transitive. Symmetric ആയിരിക്കണം. 1, 2 എഴുതിയാൽ അവിടെ ഏത് കൂടി വരണം? 2, 1 ഉണ്ടായിരിക്കണം. അതുപോലെ വീണ്ടും ട്രാൻസിറ്റീവ് വരണം. നമുക്കറിയാം 1, 2, 2, 1. അപ്പോൾ അടുത്ത ട്രാൻസിറ്റീവ് വരണമെങ്കിൽ അതിൽ ഏത് വരണം? 1, 1 ഉണ്ടായിരിക്കണം. ഓർഡേർഡ് പെയർ 1, 1 ഉണ്ടായിരിക്കണം. പിന്നെ മറ്റൊന്ന് നമ്മളിപ്പോ ഇങ്ങനെയും ചെയ്യുക. ട്രാൻസിറ്റീവ് 2 is related to 1, 1 is related to 2. Then we have here 2, 2 ഉണ്ടായിരിക്കണം. ഓർഡേർഡ് പെയർ 2, 2. So this relation is symmetric and transitive. Symmetric and transitive. This R3 is what? Reflexive. Reflexive and symmetric. Okay.
look on this example once more. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റിഫ്ലെക്സിവിറ്റി വന്നു കഴിഞ്ഞാൽ എല്ലാ എലിമെന്റ്സും വേണം. മറ്റുള്ളത് വരുമ്പോൾ നമുക്ക് സിമെട്രിക് ആണില്ല, ട്രാൻസിറ്റീവ് ആണില്ല, അതിന് അനുയോജ്യമായിട്ടുള്ള ഓർഡേർഡ് പേരുകൾ മാത്രം നാം എടുത്തെഴുതിയാൽ മതി. അപ്പൊ ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ നമ്മൾ എഴുതി. നമുക്കറിയാം ഇക്വലൻസ് റിലേഷൻ എന്ന് പറഞ്ഞാൽ അത് റിഫ്ലെക്സീവ് ആയിരിക്കണം, അത് സിമെട്രിക് ആയിരിക്കണം, അത് ട്രാൻസിറ്റീവ് ആയിരിക്കണം. ഇനി മറ്റൊരു എക്സാമ്പിളിലേക്ക് പോകാം. Whether the relation are defined in the set. Relation നമ്മൾ ക്യാപിറ്റൽ ആർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു, സെറ്റിനെ ക്യാപിറ്റൽ എ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. സെറ്റ് 1 2 3 4 5 6. The relation R equals set ordered by AB such that B is equal to A plus 1. Here A and B belongs to capital A and the relation is B is equal to A plus 1. അങ്ങനെ ഒരു റിലേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഈ സെറ്റിനകത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇത് ഇക്വലൻസ് റിലേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ഈ റിലേഷൻ ഉപയോഗിച്ചുള്ള റോസ്റ്റർ മെത്തേഡ്. നമുക്കറിയാം റോസ്റ്റർ മെത്തേഡ് എന്താണ്? ഓർഡേർഡ് പെയറിനെ കോമയിട്ട് വേർതിരിച്ച് സെറ്റ് എന്ന സിംഗിൾ വരെ എഴുതുന്നതാണ് റോസ്റ്റർ മെത്തേഡ്. ഇപ്പൊ ആർ ഈക്വൽസ് നമ്മൾ ജനറൽ എങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഐഡിയ പെട്ടെന്ന് കിട്ടണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ റിലേഷന് റോസ്റ്റർ മെത്തേഡിലേക്ക് മാറ്റുകയാണ്. ബി ഈസ് ഈക്വൽ ടു എ പ്ലസ് 1. നമുക്ക് ആദ്യം 1 എന്ന എലമെന്റ് എടുക്കാം. 1 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 2. അടുത്ത 2 എന്ന നമ്പർ എടുക്കുന്നു. 2 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 3. 3 എന്ന നമ്പർ എടുക്കുന്നു. 3 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 4. 4 നമ്പർ എടുക്കുന്നു. 4 5. then 5 6. അടുത്ത എടുക്കാൻ പറ്റിയല്ല, കാരണം 6 7ലേക്ക് പോകും. 7 ഈ എലമെന്റിനകത്ത് സെറ്റിനകത്ത് ഇല്ല. അപ്പൊ ഇവിടെ നാം ഒരു റിലേഷൻ എഴുതിയിട്ടുണ്ട്. ഈ റിലേഷൻ ഇക്വലൻസ് റിലേഷൻ ആണോ എന്നാണ് നമ്മോട് ചെക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇക്വലൻസ് റിലേഷൻ. അപ്പൊ ഒന്നാമത്തത് ഏതാണ്? റിഫ്ലെക്സീവ്. നമുക്ക് ആദ്യം നോക്കാം. റിഫ്ലെക്സിവിറ്റി വരുന്നില്ല. കാരണം എന്താണ്? ഓർഡേർഡ് പെയർ 1 1 വേണം, 2 2 വേണം. അതോ 1 2 പോരാ, ഈ 6 എണ്ണത്തിനും അതിനോട് തന്നെ റിലേറ്റഡ് ഉണ്ടായിരിക്കണം റിഫ്ലെക്സിവിറ്റി വേണമെങ്കിൽ. അപ്പൊ ദിസ് ഈസ് നോട്ട് റിഫ്ലെക്സീവ്. കാരണം എന്താണ്? സിൻസ് ഓർഡേർഡ് പെയർ AA does not belongs to capital R. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് ഏതാണ്? സിമെട്രിക്. ഇത് സിമെട്രിക് അല്ല, കാരണം ഓർഡേർഡ് പെയർ 1 2 ഉണ്ടെങ്കിൽ നമുക്ക് ഏതുണ്ടായിരിക്കണം? ഓർഡേർഡ് പെയർ 2 1 ഉണ്ടായിരിക്കണം. പിന്നീട് മറ്റൊന്നിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇനി അത് നിങ്ങൾക്ക് വീണ്ടും മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഓർഡേർഡ് പെയർ 2 3 ബിലോങ്സ് ടു ആർ ആയാൽ ഓർഡേർഡ് പെയർ 3 2 ബിലോങ്സ് ടു ആർ ആയിരിക്കണം. അപ്പം ഇവിടെ ഈ സിമെട്രിക് പ്രോപ്പർട്ടി ഇതിനകത്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതായത് നോട്ട് സിമെട്രിക്. Since ordered pair AB belongs to R does not imply ordered pair BA belongs to R. So this is not symmetry. ഇനി അടുത്ത നമുക്ക് ട്രാൻസിറ്റിവിറ്റി നോക്കാം. ട്രാൻസിറ്റിവിറ്റിയുടെ കണ്ടീഷൻ അടുത്ത് തന്നെ നോക്കി. ഓർഡേർഡ് പെയർ 1 2 ഉണ്ടോ? A to B, B to C. Ordered pair 1 2, ordered pair 2 3. Then we have here what? Ordered pair 1 3 is also in this set. Then only we can say that this is transitive. So this is not a transitive. Since ordered pair AB belongs to R and ordered pair BC belongs to R, this is not implies ordered pair AC belongs to R. AC belongs to R. Okay. So here in this question we know that this is not reflexive, not symmetric, and not
ട്രാൻസിറ്റീവ്. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ consider a relation R in capital R. What is R means? Set of real number. രണ്ട് രീതിയിൽ നമുക്ക് അത് പറയാം. റിലേഷനെ നമ്മൾ R എന്ന സിംബലിലൂടെ റെപ്രസെന്റ് ചെയ്യും. നമുക്ക് പുസ്തകത്തിനകത്തൊക്കെ മറ്റൊന്ന് കുറച്ചും കൂടി ഒരു ഡാർക്കിഷ് ആയിട്ടായിരിക്കും R വരുന്നത്, അല്ലെങ്കിൽ ഈ രൂപത്തിൽ വരും. അത് സെറ്റ് ഓഫ് റിയൽ നമ്പർ എന്ന് പറയും. എന്താണ് ഈ സെറ്റ് ഓഫ് റിയൽ നമ്പർ എന്ന് പറയുന്നത്? സെറ്റ് ഓഫ് റിയൽ നമ്പറിനകത്ത് കോംപ്ലക്സ് നമ്പർ ഒഴിവാക്കിയിട്ട്, നമുക്കറിയാം കോംപ്ലക്സ് നമ്പർ പ്ലസ് വൺ പഠിച്ചതാണ്. കോംപ്ലക്സ് നമ്പർ ആണ് ഏറ്റവും സൂപ്പർ സെറ്റ് ആയിട്ടുള്ള സെറ്റ്. ഇപ്പം റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഇത് നാച്ചുറൽ നമ്പർ, സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ ഉണ്ടായിരിക്കും, സെറ്റ് ഓഫ് ഇന്റിജേഴ്സ് ഉണ്ടായിരിക്കും, സെറ്റ് ഓഫ് റാഷണൽ നമ്പർ ഉണ്ടായിരിക്കും, സെറ്റ് ഓഫ് ഇറാഷണൽ നമ്പർ ഉണ്ടായിരിക്കും. ഇവയെല്ലാം കൂടി ചെയ്തതാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു റിലേഷൻ R എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റിയൽ നമ്പറിലാണ് അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സെറ്റ് ഓർഡേർഡ് ബൈ A B such that A less than or equal to B. This relation in capital R in set of real number. Then check whether this is reflexive, transitive or symmetric. We know that here this is every element of A is related to itself. Okay. നമുക്ക് ഇതിന് ജനറൽ ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ കൗണ്ടർ എക്സാമ്പിൾ വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പൊ കൗണ്ടർ എക്സാമ്പിൾ ഉപയോഗിക്കുക. റിയൽ നമ്പർ നമ്മൾ 2 എന്നൊരു നമ്പർ എടുക്കുന്നു. 2 less than or equal to 2 or A, general ആയിട്ട് A less than or equal to A, but 2 related to 2 in this relation. So this is, or every A belongs to the set of real number ordered by A belongs to R. So it is reflexive. Then whether it is symmetric, we take a counter example. We know that it 2, this relation which 2 less than 3 ആണ്, 2 less than or equal to 3 എന്ന് നമുക്ക് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ 3 എങ്ങനെയാണ്? 3 not less than or equal to 2. Okay. That is A less than or equal to B does not imply B less than or equal to A. So this relation is not symmetric. So we know this is reflexive, and also this is not symmetric. Then check whether this is transitive. We clearly know that. We take 3 numbers, 2, 3 and 5. We know 2 less than 3, 3 less than 5 implies 2 less than 5. So using this, we can say that A less than or equal to B and A less than or equal to B, less than or equal to B, B less than or equal to C implies A less than or equal to C. So this relation is transitive. So here we have one is not satisfied, that is this is not symmetric, so this relation is not an equivalence relation. ഇതുപോലെ വിവിധങ്ങളായിട്ടുള്ള ചെറിയ ചെറിയ എക്സാമ്പിൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് സാധാരണ അത് മനസ്സിലാക്കി എടുക്കുവാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും എന്ന് പറഞ്ഞത് ഇക്വലൻസ് റിലേഷനെ കുറിച്ചാണ്. ഇക്വലൻസ് റിലേഷൻ ആകണമെങ്കിൽ ഇതിന് 3 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ള കാര്യവും നിങ്ങൾ ഇതിനോടകം മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നാം പഠിച്ച ഈ കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് നോക്കുകയും അതുപോലെ തന്നെ കൂടുതൽ ഉദാഹരണങ്ങളിൽ കൂടി നിങ്ങൾ ഈക്വലൻസ് റിലേഷനെ കുറിച്ച് വ്യക്തമാക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് ഈ പോർഷനിൽ നിന്ന് നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് സംബന്ധിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി.